ശ്രീ രതീഷ് ചക്രപാണി, ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, പ്രത്യേകിച്ച് 2018 ശേഷം അതിനു മുമ്പ് പല രീതിയിലും നമുക്ക് ആ രീതിയിലൊരു പ്രളയത്തെ നേരിട്ട പശ്ചാത്തലമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം വളരെ വലിയ രീതിയിൽ നമ്മൾ ജാഗ്രതായി വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി, മാത്രമല്ല ശാസ്ത്രീയമായി അതിനെ ചിട്ടപ്പെടുത്തി. ഈ സർക്കാർ മെഷീനറിക്ക് ഇതെല്ലാം മെമ്മറിയായി ഉണ്ടല്ലോ. അപ്പോൾ സർക്കാർ മെഷീനറി എല്ലാം അതുപോലെ ഉണ്ടായിട്ടും എന്താണ് ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇങ്ങനെ പാളിച്ചു വരുന്നത്? എല്ലാ കാര്യത്തിലും സർക്കാർ തുടർച്ചയാണല്ലോ, എന്താണ് ഈ കാര്യത്തിൽ ആ തുടർച്ച ഉണ്ടാകാത്തത്? ഇവിടെ ശ്രീ ജോർജ് പൊടിപ്പാറ അതിനെ വിമർശിക്കുന്നത് കണ്ടു. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പോലും ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചു. പക്ഷേ ഇപ്പോഴത്തെ മനുഷ്യനിർമ്മിതമാണ് ഈ പ്രളയം, ഈ വെള്ളപ്പൊക്കം എന്ന് പലയിടത്തും പല നേതാക്കന്മാരും എടുത്തു പറഞ്ഞു, രാജു ഇബ്രാഹിമിനെ പോലുള്ളവരടക്കം. എന്താണ് പഴയ മിഷനറി അതുപോലെ ശക്തമായി ഉണ്ടല്ലോ ദുരന്ത അതിജീവിക്കാൻ ദുരന്ത നിവാരണ പ്രക്രിയകൾ ഉണ്ടല്ലോ, പിന്നെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? രതീഷ് ചക്രപാണി. ഏത് പരിപാടിയിലാണെങ്കിലും ഏതൊരു പ്രൊജക്റ്റിലാണെങ്കിലും അജിംഷാദെ, മാൻ ബിഹൈൻഡ് ദ മിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലാതെ നമുക്ക് AK-47 റൈഫിൾ ഉണ്ടല്ലോ, നമുക്ക് പാറ്റൻ ടാങ്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്നും നമ്മൾ യുദ്ധം ജയിക്കണമെന്നില്ല. അതുതന്നെയാണ് അതിൻ്റെ കാരണം കേരളത്തിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു നേരത്തെ. ആ ലീഡർഷിപ്പിൻ്റെ അഭാവം ഇപ്പോൾ വലുതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അത് ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ജോർജ് പൊടിപ്പാറ സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പറയണോ കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ എന്നൊക്കെ ചോദിച്ചാൽ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ ചിലപ്പോൾ നമ്മളുണ്ടായില്ലെങ്കിലോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യമേ തന്നെ പറയാം. ഇപ്പോൾ മൂഴിയാർ ഡാം കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്ക് തുറന്നു വിട്ടു. അതായത് യാതൊരുവിധ പ്രോട്ടോക്കോളും പാലിക്കാതെ ഇത് തുറന്നു വിട്ടതാണ് എന്നുള്ളത് റവന്യൂ മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാർ ഇരിക്കുന്നൊരു ചർച്ചയിലാണ് CPM-ൻ്റെ ഒരു നേതാവ് അത് ഉന്നയിച്ചത്. എന്നിട്ട് അദ്ദേഹം അത് കേൾക്കാത്തത് പോലെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ ഒരു ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളതാണ് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ജയചന്ദ്രൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ കണക്കുകൾ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 2018 നമുക്കുണ്ടായിരുന്നത് 12,250 ക്യാമ്പുകളിലായി 34,15,934 ആളുകളാണ്. അതേസമയം ഇപ്പോൾ ഉള്ളത് 250ഓളം വരുന്ന ക്യാമ്പുകളിലായിട്ട് 5,792 പേരാണ്. ഈ ക്യാമ്പുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കാരണം ഇന്ന് മറ്റൊരു ചാനലിൽ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റ് കൊടുത്തിട്ടുള്ളത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സ്ത്രീ അവിടുത്തെ റിപ്പോർട്ടർക്ക് കൊടുത്തേക്കുന്ന ബൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെ വെളിച്ചമില്ല, ഞങ്ങൾ അനാഥരാണ്, ഒരു BP-യുടെ പ്രഷറിൻ്റെ ഗുളിക ചോദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഇത് ഇന്നലെ രാത്രി ചോദിച്ചിട്ട് ഇന്നാണ് കിട്ടിയത്, എന്തിനാണ് ഈ ഗവൺമെൻറ്, ഇതിനേക്കാളൊക്കെ എത്ര നല്ലതായിരുന്നു പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബൈറ്റ് കൊടുത്തേക്കുന്നത്. അതിനിന്ന് യഥാർത്ഥത്തിൽ അബിൻ വർക്കി ഒരു ന്യായീകരണമായി വന്നേക്കണത് എന്താണെന്ന് വെച്ചാൽ, തൊട്ട് സൈഡിൽ നിൽക്കുന്ന ഒരാൾ, അത് CPM നേതാവായിരുന്നു, അതുവരെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ബൈറ്റ് കൊടുത്തത്. ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കാനൊന്നും ഞങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ തന്നെ കൃത്യമായി പറയുന്നുണ്ട് അവിടെ വെളിച്ചമില്ല, അവിടെ കറണ്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതിന് പകരം അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ചില രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇവരോട് ചൂടാവുകയും അത് യഥാർത്ഥത്തിൽ ആ ജില്ലയിലുള്ള ഏറ്റവും വലിയൊരു ക്യാമ്പ്, ഏതാണ്ട് 60-70 ആളുകൾ പങ്കെടുക്കുന്നൊരു ക്യാമ്പാണ്. അപ്പോൾ ക്യാമ്പുകളിലെ സ്ഥിതി ഏതാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ വേറെങ്ങും പോകണ്ട, നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ള ആരുടെയും ഒരു വർത്തമാനം കേൾക്കട്ടെ. ഇപ്പോൾ രാജു അബ്രഹാം പറയുന്ന വാചകം നമുക്ക് വിട്ടേക്കാം. പക്ഷെ പകരം UDF-ൻ്റെ MLA-മാരുണ്ടല്ലോ, മന്ത്രിയുണ്ടല്ലോ, അവർ പറയുന്ന വാക്കുകൾ മാത്രം ഞാനൊന്നിവിടെ വായിക്കാം. അബിൻ വർക്കിയുടെ വാക്കാണ്. അദ്ദേഹം ഇപ്പോൾ അത് തിരിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ ബൈറ്റാണല്ലോ, അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറയുന്നത്, ആറന്മുളയിലേക്ക് കൂടുതൽ സംവിധാനം വേണം, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ക്യാമ്പുകളിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി റവന്യൂ അധികൃതർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ ക്യാമ്പുകളിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അവിടെ നിന്നുള്ള പഴകുളം മധു, റാന്നി MLA ആയിട്ടുള്ളത് പറഞ്ഞേക്കണത്. അവർ പറഞ്ഞേക്കണത് പമ്പയാറിൽ വെള്ളം പൊങ്ങുമ്പോൾ അവിടെ ചെളിയും മണലുമൊക്കെ നീക്കം ചെയ്യാത്തതാണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ AP അനിൽകുമാർ, അതായത് അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത്, ഫ്ലാഷ് ഫ്ലഡുകളാണെങ്കിൽ, അതായത് പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളാണെങ്കിൽ അത് പ്രവചിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇനി അടുത്ത ഒരു ന്യായീകരണവും
ആരോപണവുമായി ഈ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ വരുന്നത്. അതെന്താണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ പൊന്നാനിയിൽ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നമ്മുടെ VD സതീശൻ മട്ടൻ ബിരിയാണിയും അതുപോലെ ബീഫ് ഉലർത്തിയതും ഒക്കെ കഴിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് ഇവർ ചോദിക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് നൗഷാദ് അലി പൊന്നാനി MLA ചോദിക്കുന്നൊരു ചോദ്യം മുഖ്യമന്ത്രിക്ക് മഴയാണെന്ന് വെച്ച് ഭക്ഷണം കഴിക്കണ്ടേ എന്നുള്ളതാണ്. എന്തൊരു സമീപനമാണിത് എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പറന്നതിനെക്കുറിച്ച് BRM ഷഫീറിൻ്റെ ഒരു അനൗദ്യോഗികമായിട്ടുള്ളൊരു ന്യായീകരണം വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഓഫീസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്വന്തം ഫാദർ-ഇൻ-ലോയെ കാണാൻ വേണ്ടി മാത്രം പോയതല്ല, പകരം അവിടെ ഒരു ഔദ്യോഗിക പരിപാടി എറണാകുളത്തുണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ് എമർജൻസി ആയിട്ട് അദ്ദേഹം പോയത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അപ്പോൾ പോലും ഒരു ചോദ്യമുണ്ട്, എന്തായിരുന്നു ആ എമർജൻസി പ്രോഗ്രാം? അത് ആരും അറിയാത്തൊരു പ്രോഗ്രാമാണോ എന്ന് ചോദിച്ചിട്ട് ആ പ്രോഗ്രാം എന്താണ് എന്നുള്ളത് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വളരെ അലംഭാവത്തോടുകൂടി കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് സമീപിക്കാൻ കഴിയുക? അദ്ദേഹം ഇപ്പോഴും ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തോട് കൃത്യമായിട്ടുള്ള കാര്യം പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മറുപടികളില്ല. അതേസമയം തന്നെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. വലിയൊരു ഏകോപനം ഇവിടെ നടന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്റർ യാത്രക്ക് വേണ്ടിയിട്ടാണ്. അതായത് കേരളത്തിലുണ്ടായിരുന്ന ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് VT-BBA എന്ന് പറയുന്ന ഹെലികോപ്റ്ററായിരുന്നു. ആ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റുമാർക്ക് ചില സാങ്കേതിക കാരണങ്ങളെ പറക്കാൻ കഴിയാത്തതുകൊണ്ട് പുതിയ ഹെലികോപ്റ്റർ VT-RGQ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ചിപ്സൺ ഏവിയേഷൻസിൻ്റെ ഭാഗത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ ചാലക്കുടിക്ക് വരികയും അത് 8:13 ചാലക്കുടിയിൽ നിന്ന് വീണ്ടും 9:08 തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ നിന്ന് വീണ്ടും 9:27 കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള ഏകോപനവും നടക്കുമ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത് ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഏകോപനമില്ല. എത്ര പേർ മരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. യാതൊരു വിധത്തിലും ഇപ്പം ഈ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? രാത്രി 11:30ക്കാണ് റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള മഴയുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. പിറ്റേ ദിവസം 7 മണിക്കാണ് ഈ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ജില്ലകളിൽ പോലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് മെഷീനറി ആരുടെയും കൺട്രോളിലല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണുള്ളത്. നേരത്തെ അജീം ഷാ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാ ഉദ്യോഗസ്ഥരും പഴയതാണ്, നമ്മുടെ സംവിധാനങ്ങൾ പഴയതാണ്. യഥാർത്ഥത്തിൽ അത്തരം മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇതൊരു പരിധിവരെയെങ്കിലും പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ നേതൃത്വം കൊടുക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ട് മൂഴിയാർ ഡാം തുറന്നു വിട്ട പോലെ ഇപ്പോൾ അരമണിക്കൂറിനാം ഇനി കക്കയം ഡാം തുറന്നുവിടാൻ പോകുന്നുണ്ട്. ആ തുറന്നുവിടാൻ പോകുന്നതിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ രാജു എബ്രഹാമിന്റെ ഒക്കെ വിമർശനം ഒരു പുതിയ സർക്കാർ അല്ലെങ്കിൽ അധികാരത്തിലെത്തി. അത് മാത്രമല്ല ഒരു ചെറിയ മറ്റു പ്രളയം പോലെയുള്ള ഒരു വലിയ പ്രളയമല്ല, ഒരു ചെറിയ രീതിയിലുണ്ടായ ഒരു പ്രളയമാണ്. അപ്പോൾ അത് പുതിയ സംവിധാനമാണ്. അതിനെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ വിമർശിക്കണോ എന്ന ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് താങ്കൾ മറുപടി കാണുന്നത്? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അജീം ഷാദ് പറഞ്ഞ ചോദ്യത്തിൽ തന്നെയുള്ള ഉത്തരമാണ്. നമ്മൾ നേരത്തെ 2018 കണ്ട പോലെയുള്ള 54 ലക്ഷം പേരെ അഫക്റ്റ് ചെയ്തിട്ടുള്ള 65,000 പേരെ രക്ഷപ്പെടുത്തേണ്ടി വരുന്ന നിർണായകമായിട്ടുള്ള നമ്മുടെ ഒരുപക്ഷെ നമ്മളുടെ സംവിധാനങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒരു വലിയ പ്രളയത്തെ നമ്മൾ നേരിട്ടവരാണ്. പക്ഷേ ആ പ്രളയത്തെ നേരിട്ടതിന് ശേഷം 2018 ശേഷം പിന്നീട് അത്തരത്തിലുള്ള ഒരു അനുഭവം ഇല്ലാതാക്കാൻ വേണ്ടി മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെല്ലാം ചെയ്യാൻ ഗവൺമെൻറ്റുകൾ തയ്യാറായിരുന്നതാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനത്തെ നേരിട്ട നമുക്ക് വളരെ ചെറിയൊരു കാര്യമുണ്ടാകുമ്പോൾ പോലും അതിനെ എന്തുകൊണ്ട് നേരിടാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഇന്ന് യഥാർത്ഥത്തിൽ പറയുന്ന AP അനിൽകുമാറിൻ്റെയും കോൺഗ്രസ് MLA-മാരുടെയും ഏറ്റവും ഒടുവിൽ VT ബൽറാമിൻ്റെയും പോലും ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ വരികൾക്കിടയിലൂടെ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹെലികോപ്റ്റർ അടക്കം അനധികൃതമായിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷം ഉണർന്നെണീറ്റ് വിമർശിച്ച് നേർവഴിക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പോലും ഇതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പം കാണുന്ന ഈ കാര്യങ്ങളെ, കാരണം ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മണിക്കൂറല്ല 72 മണിക്കൂർ കഴിയാൻ പോകുന്നു. 72 മണിക്കൂറിനകം ഒരു സിസ്റ്റവും സംവിധാനവും ഉണർന്നെണീറ്റില്ലെങ്കിൽ ഇനിയൊരു 3 ദിവസവും കൂടി മഴയുണ്ടായാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം വിമർശിച്ചിട്ട് എന്ത് കാര്യം? തീർച്ചയായും.